മുൻ ധനമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ തോമസ് ഐസക്കിനെതിരെ ആഞ്ഞടിച്ച് BJPയിലേക്ക് ചേക്കേറിയ PC ജോർജ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് PC ജോർജിൻ്റെ ഈ വിമർശനം. കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കെണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നായിരുന്നു PC ജോർജിൻ്റെ ആരോപണം. കൂടാതെ ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നും PC ജോർജ് ചോദിക്കുന്നുണ്ട്. ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം. കിഫ്ബി കച്ചവടം നടത്തി ഇവിടെ 4.5 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി നടന്നവനാണ്. വോട്ടും ചോദിച്ചു ചെന്നാൽ ഇവനെ നാട്ടുകാർ അടിക്കും. ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്? PC ജോർജ് ചോദിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കെണിയിലാക്കിയത് ഐസക്കാണ്. കിഫ്ബി എന്ന ഇടപാട് തന്നെ കൊള്ളയാണ്. അതിൻ്റെ ആളാരാണെന്ന് ചോദിച്ചാൽ ഐസക് തന്നെ. ഐസക് ഉണ്ടാക്കിയതാണ് കിഫ്ബി. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വിജയിപ്പിച്ചു തരാം, PC ജോർജ് പറയുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പത്തനംതിട്ടയിലെ സിറ്റിംഗ് MPയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിയും PC ജോർജ് വിമർശിച്ചു. സഹകരണ തട്ടിപ്പിൻ്റെ ആശാനാണ് ആന്റോ എന്നായിരുന്നു PCയുടെ ആരോപണം. പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ മണ്ണാണ് പത്തനംതിട്ട. അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ലെന്നും PC ജോർജ് പറഞ്ഞു. SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും PC പരിഹസിച്ചു. വെള്ളാപ്പള്ളിക്ക് തന്നോട് സ്നേഹം മാത്രമാണ്. തന്നെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്. അദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയും ചെയ്യുമെന്നും PC ജോർജ് പരിഹസിച്ചു. നേരത്തെ PC ജോർജിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്രയും അപഹാസ്യനായ മറ്റൊരു നേതാവില്ല. ദരിദ്രവാസിയും നിലപാടില്ലാത്തവനുമായ നേതാവുമാണ് PC ജോർജ്. ഉമ്മൻചാണ്ടിയെയും പിണറായിയെയും ചീത്ത വിളിച്ച ആളാണ് PC ജോർജെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. പന്നനായ രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്. ഇപ്പോൾ ആർക്ക് വേണം PC ജോർജിനെ? ആർക്കു വേണ്ടാതായപ്പോൾ PC ജോർജ് BJPയിൽ ചേർന്നു. ജനപക്ഷം എന്ന പാർട്ടി അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ PC ജോർജിന് ദയനീയ പരാജയമുണ്ടാകും. BJPക്കാർ പോലും PC ജോർജിന് വോട്ട് ചെയ്യുമോ എന്ന സംശയം തനിക്കുണ്ടെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.